ഭാരതത്തിനെതിരെ വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ്. ഭാരതത്തെ ആക്രമിക്കാൻ തയ്യാറാണെന്ന GEM തലവൻ മസൂദ് അസർ 1000-ലധികം ചാവേറുകൾ നുഴഞ്ഞുകയറുമെന്നാണ് മസൂദ് അസറിന്റെ ഓഡിയോ റെക്കോർഡിംഗിൽ പറയുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ജെയ്ഷെ മുഹമ്മദിന്റെ താവളം ഭാരതം തകർത്തിരുന്നു. इस मजमे में अल्लाह के वो फिदाई मौजूद हैं जो रात के 3 बजे उठ के सिर्फ अल्लाह से शहादत मांगते हैं. ना ये कहते हैं कि कर्जे उतर जाएं, ना ये कहते हैं कि बीवी मिल जाए, ना ये कहते हैं मकान मिल जाए, ना ये कहते हैं दुकान मिल जाए, ना ये कहते हैं बच्चे फरमाबरदार बन जाए, ना ये कहते हैं यूरोप का वीजा मिल जाए, ना ये कहते हैं अमेरिका का वीजा मिल जाए, ना ये अल्लाह से गाड़ी मांगते हैं, ना नए तर्ज का मोटरसाइकिल मांगते हैं, ना अल्लाह ताला से आईफोन मांगते हैं. ये अल्लाह से कहते हैं अल्लाह शहादत दे दे, हमारे अमीर के दिल में डाल दे, मुझे पहले नंबर पे कर दे, मुझे आगे कर दे. तरह तरह की सिफारिशें कराते हैं, मुझे खत लिख लिख के धमकियां देते हैं कि हमें जल्दी भेज दो वरना ये हो जाएगा वरना वो हो जाएगा. मुझे अल्लाह का वास्ता दे के कहते हैं हमें जल्दी आगे भेज दो, हमें जल्दी आगे भेज दो. मुझे रसूल के वास्ते दे के कहते हैं हमें जल्दी आगे भेज दो. मुझे मदीना शरीफ की दुआएं दे के कहते हैं अल्लाह ताला आपको मदीना दिखाए, मुझे जल्दी आगे भेज दो. कभी क्या तरीका इख्तियार करते हैं, कभी क्या तरीका इख्तियार करते हैं. रब से मुलाकात का इनको इतना शौक है, इतना शौक है. ये एक नहीं है, ये 2 नहीं है, ये 100 नहीं है, ये 300 नहीं है, ये 1000 नहीं है. तादाद बता दूं तो कल दुनिया के मीडिया पर शोर मच जाएगा. ये चलेंगे इंशाअल्लाह, ये जाएंगे इंशाअल्लाह, इनका रब इनको कबूल करेगा इंशाअल्लाह. इसलिए कि हमारे रब ने हजरत मोहम्मद सल्लल्लाहु अलैहि वसल्लम की इस उम्मत के साथ बड़ा लाड फरमाया है. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഭാരതം 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 അത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. എത്ര തിരിച്ചടി കിട്ടിയാലും പഠിക്കില്ലേ. 1000-ലധികം ചാവേറുകൾ നുഴഞ്ഞു കയറുമെന്നുള്ള ഭീഷണിയാണ് ഈ മസൂദ് അസറിന്റെ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. എങ്ങനെയാണ് ഭാരതം ഇതിനെതിരെ ഒരു പ്രതിരോധം തീർക്കുന്നത്? ഈ ഓഡിയോ റെക്കോർഡിൽ പറയുന്ന ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ എന്തൊക്കെയാണ് ജിഷ്ണു? സന്ദേശമാണ്, ഓഡിയോ റെക്കോർഡിംഗ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിന്റെ ശബ്ദം മസൂദ് അസറിന്റേത് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇത് റെക്കോർഡ് ചെയ്ത തീയതി സംബന്ധിച്ചും അതിന് ചില ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകാനുണ്ട്. ആ ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കാനുള്ളത് അശ്വതി ചൂണ്ടിക്കാട്ടിയതുപോലെ ഭാരതത്തെ നശിപ്പിക്കും. അതിനായി ഒന്നല്ല ആയിരക്കണക്കിന് ചാവേർ ബോംബുകൾ. അത് തന്നെയാണ് ഭാരതത്തിനെതിരെ പ്രകോപനവുമായി വീണ്ടും പാകിസ്ഥാൻ. എത്ര കിട്ടിയാലും പഠിക്കില്ല. ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് ആണ് ഇത്തരത്തിൽ ഭാരതത്തിനെതിരെ വിരളി പൂണ്ടൊരു ഓഡിയോ സന്ദേശം പുറത്തിറക്കിയിരിക്കുന്നത്. ഭാരതത്തെ ആക്രമിക്കാൻ തയ്യാറാണെന്നാണ് GEM തലവൻ മസൂദ് അസ്ഹർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മസൂദ് അസ്ഹർ ഓർക്കേണ്ട കാര്യം, ഇത് 1971 ഇന്ത്യയല്ല, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ്. ഇവിടെ ശക്തമായ പ്രതിരോധ നടപടികൾ ഉണ്ടാകും. ഒപ്പം ആരെതിർത്താലും ആരൊരു ചെറുവിരൽ അനക്കാലും ഭാരതം അത് അതിശക്തമായി തന്നെ പ്രതിരോധിക്കും. അത്തരത്തിലുള്ള തിരിച്ചടികൾ തന്നെയാണ് പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ. എന്തായാലും ഈ 1000-ലധികം ചാവേറുകൾ അത്ര പെട്ടെന്നൊന്നും നുഴഞ്ഞു കയറാൻ ഭാരതത്തിൽ സാധിക്കില്ല. എന്തായാലും മസൂദിന്റെ മോഹം അതൊരു വെറും വ്യാമോഹമാണെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ ഓഡിയോ റെക്കോർഡിംഗിൽ അദ്ദേഹം വളരെ വിരളി പൂണ്ട വളരെ വൈകാരികമായി പ്രതികരിക്കുകയാണ്. ഭാരതത്തിനെ ആക്രമിക്കണം, ഭാരതത്തെ നശിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ നിന്നും പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം. ഈ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ ജെയ്ഷെ മുഹമ്മദിന്റെ താവളം ഞൊടിയിടയിലാണ് ഭാരതം തകർത്തത്. ഒരുപക്ഷെ ഈ മസൂദ് അസർ കണ്ണടച്ച് തുറക്കും മുൻപേ അദ്ദേഹത്തിന്റെ സകല സംവിധാനങ്ങളും സകലതും തകർത്ത് തരിപ്പണമാക്കാൻ ഭാരതത്തിന് ഒന്ന് വിരലിനൊടിക്കേണ്ടി മാത്രമേ വന്നുള്ളൂ. എന്തായാലും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിഷ്ണു, ഈ ഓഡിയോ സന്ദേശത്തിൽ വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ ഇദ്ദേഹത്തിൻ്റെ താവളമടക്കം തകർത്തതുകൊണ്ടുള്ളൊരു ഒരു ഭയാനകമായൊരു പ്രകടനമായിരിക്കാം. എന്തായാലും ഭാരതത്തിനെതിരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഈ ഭീകരൻ പറയുന്നത് ജിഷ്ണു?
ഭാരതത്തെ ആക്രമിക്കും എന്ന സന്ദേശം തന്നെയാണ് ഈ ഓഡിയോ റെക്കോർഡിംഗ്, അല്ലെങ്കിൽ ആക്രമിക്കാൻ ആയിരക്കണക്കിന് ചാവേറുകൾ തയ്യാറാണ് എന്നാണ് മസൂദ് അസറിൻ്റെ ഓഡിയോ റെക്കോർഡിങ്ങിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ റെക്കോർഡിങ്ങിലെ ശബ്ദം ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസറിൻ്റേത് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് റെക്കോർഡ് ചെയ്തിട്ടുള്ള തീയതിയും സ്ഥലവും സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഈ ഒരു ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, നേരത്തെ തന്നെ ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നൽകിയത് ഓപ്പറേഷൻ സിന്ദൂറിന് പകരമായി പുൽവാമ മോഡലിൽ ഭാരതത്തിനകത്ത് ഭീകരാക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ ചാരസംഘടനയായിട്ടുള്ള ISIയും പാകിസ്ഥാനിലെ മുഴുവൻ ഭീകര സംഘടനകളും ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് നേരത്തെ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതം സുശക്തമാണ്, പ്രതിരോധം ശക്തമാണ്, അതിർത്തി മേഖലയിൽ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണമുണ്ട്. ഇത്തരത്തിലുള്ള ഭീഷണികൾക്കപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള അക്രമങ്ങൾ ഭാരതത്തിനകത്തേക്ക് നടത്താൻ നിലവിൽ പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഇനിയൊരു കടന്നുകയറ്റം ഭാരതത്തിന് മേലുണ്ടായാൽ അതിന് അതിശക്തമായിട്ടുള്ള മറുപടി, പാകിസ്ഥാൻ ഇല്ലാതാകുന്ന തരത്തിലേക്കുള്ള മറുപടി ഉണ്ടാകും എന്നുള്ളത് ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഭാരതത്തിൻ്റെ സൈനിക മേധാവികളും നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ ഓഡിയോ സന്ദേശം പരിശോധിക്കുമ്പോൾ മസൂദ് അസർ ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ഒന്നല്ല ആയിരക്കണക്കിന് ചാവേറുകൾ ഭാരതത്തിൻ്റെ അതിർത്തി മേഖലകളിലുണ്ട്. അവർ നുഴഞ്ഞു കയറാൻ തയ്യാറാണ്. അവരിൽ ആദ്യം ആരെത്തുമെന്ന മത്സരമാണ്, അല്ലെങ്കിൽ അതിനുള്ള പ്രാർത്ഥനയാണ് ഈ ചാവേറുകൾ നടത്തുന്നത്. അവർ ലക്ഷ്യസ്ഥാനത്തെത്തി ലക്ഷ്യം പൂർത്തീകരിക്കും എന്നുള്ളൊരു റെക്കോർഡിംഗ് ആണ് ഈ മസൂദ് അസർ നടത്തിയിട്ടുള്ളത്. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിൽ ബഹവൽപൂരിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ ചാരസംഘടനയും ജെയ്ഷെ മുഹമ്മദും ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയിരുന്ന അവരുടെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് പോലും ഭാരതത്തിൻ്റെ മിസൈലുകൾ ചീറിപ്പാഞ്ഞിരുന്നു. ജെയ്ഷെ മുഹമ്മദിനും മസൂദ് അസറിനും കനത്ത നഷ്ടമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ വരുത്തിവെച്ചത്. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകര കേന്ദ്രം തകർത്തു എന്നത് മാത്രമല്ല, മസൂദ് അസറിൻ്റെ അടുത്ത കുടുംബാംഗങ്ങൾ, അടുത്ത അനുയായികൾ, ജെയ്ഷെ മുഹമ്മദിൻ്റെ മുതിർന്ന കമാൻഡർമാർ, ഇവരെല്ലാം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിൻ്റെ ഒരു പ്രതികാരം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ ഭാരതത്തിന് മേൽ ആക്രമിക്കുക എന്നുള്ളത് നിലവിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ ഭീകര സംഘടനകളുടെയും പാക് ചാര സംഘടനകളുടെയും ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമായുള്ളൊരു ഓഡിയോ സന്ദേശമാണ് ഇത് എന്നുള്ളതാണ് ഏജൻസികളും കരുതുന്നത്. ആ ഓഡിയോ സന്ദേശത്തിലെ ശബ്ദം അത് മസൂദ് അസറിൻ്റേത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിർത്തി മേഖലകളിൽ നേരത്തെയും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അറിവോടുകൂടി ഇത്തരത്തിൽ ഭീകരരെ നുഴഞ്ഞുകയറ്റുകയും പ്രത്യേകിച്ച് കശ്മീർ താഴ്വരയിൽ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിൽ പാകിസ്ഥാൻ ചാരസംഘടനകൾ, കാരണം അത്രയധികം സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ നിലവിൽ ഭാരതം ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആ സമയത്ത് അതിർത്തി മേഖലകളിൽ നിയോഗിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ഇപ്പോഴും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഭാരതം പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ ഓഡിയോ പുറത്താകുമ്പോൾ ഭാരതം, പ്രതിരോധ മന്ത്രാലയം എങ്ങനെയാണ് ഈ സന്ദേശത്തെ നോക്കിക്കാണുന്നത്? അശ്വതി ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഒരു റെക്കോർഡിങ്ങിൻ്റെ ഈ ഒരു മസൂദ് അസറിൻ്റെ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, നിലവിൽ പാകിസ്ഥാൻ ഉൾപ്പെടെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുള്ള സ്ഥിതിഗതികൾ നമുക്കറിയാവുന്നതാണ്. അയൽ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാരതത്തിനെതിരെ ഒരു പടനീക്കത്തിന് പാകിസ്ഥാനും ഒപ്പം ഭാരത വിരുദ്ധ ചേരിയും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ധാരണ ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിനും ഭാരതത്തിൻ്റെ സുരക്ഷാ ഏജൻസികൾക്കുമുണ്ട്. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള നിരീക്ഷണവും ക്രമീകരണങ്ങളും അതിർത്തി മേഖലകളിലും രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും പ്രത്യേകിച്ച് കശ്മീർ താഴ്വരയിലുമെല്ലാം തന്നെ സുരക്ഷാ ഏജൻസികൾ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലൊരു വലിയ സംവിധാനം, പ്രതിരോധ ക്രമീകരണം ഭാരതത്തിനകത്തുള്ളത് കൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കാര്യമായിട്ടുള്ളൊരു ചലനം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണം നടത്താൻ ഈ ഭീകരവാദികൾക്ക്, അല്ലെങ്കിൽ നേരത്തെ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയത് വലിയ രീതിയിൽ ഈ ഡിസംബർ മാസത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും ഭീകരാക്രമണം നടത്താനായിരുന്നു പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടനകൾ ആസൂത്രണം ചെയ്തത്. അതുപോലും ഭാരതത്തിൻ്റെ സുരക്ഷാ ഏജൻസികൾക്ക് തകർത്ത ഭീകരരെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ച് ഏറെ വലിയ നേട്ടം തന്നെയാണ്. അതുകൊണ്ട് മസൂദ് അസറിൻ്റെ ഓഡിയോ സന്ദേശം നിലവിൽ സുരക്ഷാ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലും അതല്ലാതെയുള്ള IB റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും അതിർത്തി മേഖലയിൽ നിരീക്ഷണം ശക്തമാണ്. ഒപ്പം ജമ്മു കാശ്മീരിൽ ഇതിനോടകം തന്നെ അതീവ ജാഗ്രത നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മേഖലകൾ, അതിർത്തി പ്രദേശത്തോട് ചേർന്നിട്ടുള്ള വനമേഖലകൾ, ജമ്മു ശ്രീനഗർ ദേശീയപാത, കാരണം ഒരു പുൽവാമ മോഡൽ അക്രമം പ്രധാന ഇടങ്ങളിൽ അല്ലെങ്കിൽ പൊതു റോഡിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ
നേരെയോ സൈനിക ക്യാമ്പിന് നേരെയോ ആക്രമണം നടത്തുക എന്നൊരു ലക്ഷ്യം ഭീകരർക്കുണ്ട്. അതുകൊണ്ട് അത്തരം മേഖലകളിലെല്ലാം തന്നെ കനത്ത ജാഗ്രതയുണ്ട്. ഒപ്പം ഭാരതത്തിന് മേൽ ഇനിയൊരു കടന്നുകയറ്റമുണ്ടായാൽ അതിശക്തമായ തിരിച്ചടി, പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കുന്ന തിരിച്ചടി ഉണ്ടാകും എന്ന പ്രഖ്യാപനം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും രാജ്യത്തിൻ്റെ സൈനിക മേധാവികളും നടത്തിയിരുന്നു. അശ്വതി. തീർച്ചയായും ജിഷ്ണു, അത് തന്നെയാണ്. എന്തായാലും ഈ മസൂദ് അസറിന്റെ ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 1000-ലധികം ചാവേറുകൾ ഭാരതത്തിൽ നുഴഞ്ഞു കയറും, ഭാരതത്തെ തകർക്കുമെന്നാണ്. അതൊക്കെ മസൂദ് അസറിന്റെ വെറും വ്യാമോഹമാണ്. കാരണം ഭാരതം ഏതൊക്കെ തരത്തിൽ ഭാരതത്തിനുള്ള ആക്രമണം നടത്തിയിട്ടുണ്ടോ അതിനെല്ലാം കൃത്യമായ ഒരു തിരിച്ചടി, നട്ടല് തകർത്ത ആക്രമണം. ഒരു വിരൽ നൊടിച്ചാൽ മതി മസൂദ് അസറിന്റെ താവളം തകർത്തതുപോലെ ഭാരതം ഇനിയും ഈ ചാവേറുകളെ തകർക്കും. ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.